ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ സെഷൻ. ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കുന്നത് മറ്റൊരു പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്കാണ്, ഗ്രീഡി അൽഗോരിതം. എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രീഡി അൽഗോരിതം ഈസ് എ പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ദാറ്റ് ബിൽഡ്സ് അപ്പ് എ സൊല്യൂഷൻ പീസ് ബൈ പീസ് ആൻഡ് ഇറ്റ് ഓൾവേസ് സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ലുക്സ് ബെസ്റ്റ് അറ്റ് എവറി സ്റ്റെപ്പ്. നേരത്തെ പറഞ്ഞ അൽഗോരിതം പോലെ ചെറിയൊരു സാമ്യമുണ്ട്. പല സ്റ്റെപ്സ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓരോ സ്റ്റെപ്പിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് സെലക്ട് ചെയ്യും. ഇറ്റ് ഫോക്കസസ് ഓൺ മേക്കിംഗ് എ സീക്വൻസ് ഓഫ് ലോക്കലി ഒപ്റ്റിമൽ ചോയ്സസ്. ലോക്കലി ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പിലും അതിൻ്റെതായിട്ടുള്ള ബെസ്റ്റ് ചോയ്സ് സെലക്ട് ചെയ്യുന്നു. അതിനെയാണ് ലോക്കലി ഒപ്റ്റിമൽ ചോയ്സ് എന്ന് പറയുന്നത്. ഒത്തിരി ചോയ്സസ് ഉണ്ടാവാം. ഓരോ സ്റ്റെപ്പിലും ഒപ്റ്റിമൽ ചോയ്സ് സെലക്ട് ചെയ്യുകയാണ്. ബെസ്റ്റ് ചോയ്സ് എന്താണോ അത് സെലക്ട് ചെയ്യുന്നു, with the hope that these decisions will lead to a globally optimal solution. അൾട്ടിമേറ്റ് എയിം എന്താണ്? നമ്മുടെ മെയിൻ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഓരോ സ്റ്റെപ്പിലും അതിന് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൽ ചോയ്സ് സെലക്ട് ചെയ്തു. ഓരോ സ്റ്റേജസ് കഴിയും തോറും വി വിൽ ബി വെരി ക്ലോസ് ടു ദ ഫൈനൽ സൊല്യൂഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് യു ആർ ട്രാവലിംഗ് ഫ്രം തിരുവനന്തപുരം ടു എറണാകുളം യൂസിങ് ദ ഗ്രീഡി അപ്രോച്ച്. സോ ട്രിവാൻഡ്രം ടു എറണാകുളം different options available ആണ്. The main goal is to select the mode of transport. So based on certain objectives അല്ലെങ്കിൽ based on certain constraints. ഇപ്പോൾ ഇവിടെ 3 constraints വരുന്നുണ്ട്. മിനിമൈസിങ് ട്രാവൽ ടൈം, മിനിമൈസിങ് കോസ്റ്റ്, മറ്റൊരെണ്ണം കൂടിയുണ്ട് സാറ്റിസ്ഫൈങ് പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ്. ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് എത്തണം, ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യണം, വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യണം. തേർഡ് സ്റ്റേജ് കൂടിയുണ്ട്, സാറ്റിസ്ഫൈങ് പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ്. അപ്പോൾ തേർഡ് സ്റ്റേജ് നമുക്ക് അവസാനം പറയാം. ആദ്യത്തെ 2 കൺസ്ട്രെയിൻസ് മെയിൻ ആയിട്ട് എടുക്കാം. സോ സ്റ്റെപ്പ് 1, അപ്ലൈ ദ ഗ്രീഡി അപ്രോച്ച്. അതായത് അറ്റ് ഈച്ച് സ്റ്റെപ്പ് ദ ഗ്രീഡി അൽഗോരിതം മേക്സ് ദ ലോക്കലി ഒപ്റ്റിമൽ ചോയ്സസ് ബൈ ഫിൽട്ടറിങ് ഓപ്ഷൻസ് ബേസ്ഡ് ഓൺ ഇമ്മീഡിയറ്റ് കൺസ്ട്രെയിൻറ്റ്. നമ്മുടെ കൺസ്ട്രെയിൻറ്റ് എന്താണോ അതിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സ് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് നോക്കാം. സ്റ്റേജ് 1 ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, മിനിമൈസ് ട്രാവൽ ടൈം. ട്രാവൽ ടൈം കുറച്ചുകൊണ്ട് നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്തണം. സോ അതിനനുസരിച്ച് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എനിക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്: ബൈ ബൈക്ക്, ബൈ കാർ, ബൈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്, ദെൻ ട്രെയിൻ, ബൈ എയർപ്ലെയിൻ ആൻഡ് ഈവൻ ത്രൂ വാക്കിംഗ്. പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല, ബട്ട് സ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഓപ്ഷൻസ് ഉണ്ടാവും, ബട്ട് ഇത്രയും ഓപ്ഷൻസിൽ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് റിക്വയർഡ് ടൈം കൂടി ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് 6 hours, കാർ 4.5 hours, ബസ് 5 hours, ട്രെയിൻ 3.5 hours, എയർപ്ലെയിൻ 1 hour, വാക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ 40 hours. ദെൻ ഇത് സോർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സസ് ഏതൊക്കെയാണ്? The airplane is the fastest, 1 hour എടുക്കും, followed by the train around 3.5 hours. അപ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് അനുസരിച്ച് സ്റ്റേജ് 1 ഫിൽട്ടർ ചെയ്ത് 2 ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്, എയർപ്ലെയിൻ ആൻഡ് ട്രെയിൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ 2 ചോയ്സസ് ആണ് നമുക്ക് കിട്ടിയത്. ആ 2 ചോയ്സ് ഞാൻ എടുത്തു വെച്ചു. ദെൻ സെക്കൻഡ് സ്റ്റേജ്, അപ്പോൾ സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത് മിനിമൈസ് കോസ്റ്റ്, എക്കണോമിക്കൽ കൺസ്ട്രെയിൻറ്റ്. 2 രീതിയിലുള്ള ട്രാവൽ, അതിന് റിക്വയർഡ് എമൗണ്ട് നോക്കാം. കോസ്റ്റ് ഓഫ് എയർപ്ലെയിൻ അറൗണ്ട് 3,500, കോസ്റ്റ് ഓഫ് ട്രെയിൻ നോർമൽ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 500. അപ്പോൾ ഗ്രീഡി ഡിസിഷൻ എന്താണ്? നമ്മുടെ കൺസ്ട്രെയിൻ നോക്കുക, ബേസ്ഡ് ഓൺ ദാറ്റ് സെലക്ട് ദ ട്രെയിൻ ആസ് ഇറ്റ് ഈസ് ചീപ്പർ ആൻഡ് സാറ്റിസ്ഫൈസ് ദ എക്കണോമിക്കൽ കൺസ്ട്രെയിൻറ്റ്. സോ ഫിൽട്ടർ ഔട്ട്കം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുക, ട്രെയിൻ. എത്രയും പെട്ടെന്ന് നമുക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയർപ്ലെയിൻ എടുക്കാം. ഈ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്കണോമിക്കലായിരിക്കണം. സോ വി വിൽ സെലക്ട് ട്രെയിൻ. അപ്പോൾ ആദ്യത്തെ 2 കൺസ്ട്രെയിൻസിനനുസരിച്ച് ഞാൻ ട്രെയിൻ സെലക്ട് ചെയ്തു. ദെൻ മറ്റൊരു സ്റ്റേജ് കൂടി വരാം, ദ പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ്. ഇപ്പോൾ ട്രെയിൻ സെലക്ട് ചെയ്തു, ബട്ട് ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? ദ അവൈലബിലിറ്റി ഓഫ് ടിക്കറ്റ്സ്, അതേപോലെ കംഫർട്ട് ഓർ പേഴ്സണൽ പ്രിഫറൻസ്. എനിക്ക് ചിലപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്, മറ്റു ചിലർക്ക് എയർപ്ലെയിനിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി കംഫർട്ട്.
അപ്പോൾ അതിനനുസരിച്ച് ഓപ്ഷൻസ് മാറി മാറി വരാം. ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ കൺസ്ട്രെയിൻസ്. The algorithm selects the train as the final mode of transport based on minimizing time and minimizing cost, and also by satisfying practical constraints. So greedy approach explanation, അതായത് ഓരോ സ്റ്റെപ്പിലും algorithm optimizes for the immediate constraint. That is, at each step the algorithm optimizes അല്ലെങ്കിൽ select for the immediate constraint without revisiting earlier decisions. നേരത്തെ ഉണ്ടായിരുന്ന ഡിസിഷൻസ് നോക്കാതെ ഇപ്പോഴുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്താണോ അത് സെലക്ട് ചെയ്യുക. ആൻഡ് ഫൈനലി യു വിൽ റീസെറ്റ് ദ ഗ്ലോബൽ സൊല്യൂഷൻ. ദ സീക്വൻസ് ഓഫ് ലോക്കലി ഒപ്റ്റിമൽ ഡിസിഷൻസ് വിൽ ലീഡ് ടു ആൻ എഫിഷ്യൻറ്റ് ആൻഡ് പ്രാക്ടിക്കൽ ഫൈനൽ സൊല്യൂഷൻ. ദെൻ മറ്റൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. ദ കോയിൻ ചേഞ്ചിങ് പ്രോബ്ലം. സോ അതെന്താണെന്ന് നോക്കാം. aims to find the minimum number of coins required to make a specified amount using valid Indian rupee coins. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്ക് മേക്ക് ചെയ്യണം യൂസിങ് അവൈലബിൾ ഇന്ത്യൻ റുപ്പി കോയിൻസ്. മിനിമം നമ്പർ ഓഫ് കോയിൻസ് യൂസ് ചെയ്ത് പർട്ടിക്കുലർ എമൗണ്ട് മേക്ക് ചെയ്യുക. സോ വാലിഡ് ഇന്ത്യൻ കോയിൻ ഡിനോമിനേഷൻസ് ഇതൊക്കെയാണ്: 1 rupee കോയിൻ, 2 rupee കോയിൻ, 5 rupee കോയിൻ ആൻഡ് 10 rupees കോയിൻ. ഇത്രയും കോയിൻസ് അവൈലബിൾ ആണ്. ഇതൊന്നൊരു എക്സാമ്പിൾ എടുക്കാം. ടു മേക്ക് ₹18 യൂസിങ് ദ ഗ്രീഡി ആൽഗോരിതം. സോ ഇത്രയും കോയിൻ ഡിനോമിനേഷൻസ് ഉണ്ട്. ആ കോയിൻസ് യൂസ് ചെയ്ത് ₹18 എത്തണം. ബട്ട് ഒരു കാര്യം എൻഷുർ ചെയ്യുക, അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കണം യൂസിങ് മിനിമം നമ്പർ ഓഫ് കോയിൻസ്. മിനിമം നമ്പർ ഓഫ് കോയിൻസ് യൂസ് ചെയ്ത് ₹18 മേക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന കോയിൻ ഡിനോമിനേഷൻസ് നമുക്ക് സോർട്ട് ചെയ്യാം. സ്റ്റെപ്പ് 1, സ്റ്റാർട്ട് വിത്ത് ഹയസ്റ്റ് ഡിനോമിനേഷൻ, അതായത് ₹10. നമുക്ക് 18 ആണ് എത്താനുള്ളത്. ആദ്യമേ തന്നെ ₹10 എടുക്കാം. 10 rupeesൻ്റെ ഒരു കോയിൻ എടുക്കാം. ബട്ട് 10 rupeesൻ്റെ ഒരു കോയിൻ എടുത്തു കഴിഞ്ഞാൽ 18 ആണ് മേക്ക് ചെയ്യാനുള്ളത്. 18 - 10 റിമൈനിങ് 8. അപ്പോൾ ഇനി 8 കൂടി നമുക്ക് മേക്ക് ചെയ്യണം. അപ്പോൾ ഒരു എക്സ്ട്രാ 10 കൂടി വെച്ച് കഴിഞ്ഞാൽ 20 ആവും. അത് പറ്റത്തില്ല, 18 ആണ് റീച്ച് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് ഡിനോമിനേഷൻ എടുക്കാം. ഹയസ്റ്റ് ഡിനോമിനേഷൻ ഇനിയുള്ളത് ₹5 ആണ്. നൗ ടേക്ക് 5 rupee കോയിൻ. അപ്പോൾ 8 - 5 ഇനി റിമൈനിങ് 3 ആണ്. അപ്പോൾ ഓൾറെഡി 15 ആയി ആൻഡ് റിമൈനിങ് 3. ഇനി എഗെയിൻ 5 കൂടി വെക്കാൻ പറ്റില്ല. ടേക്ക് 1 2 rupee കോയിൻ ആൻഡ് റിമൈനിങ് 3 - 2 1 more. And finally take 1 rupee coin. അപ്പോൾ അവിടെ ടാലി ആയി 18 ആയിട്ടുണ്ട്. സോ ഇവിടെ ടോട്ടൽ കോയിൻസ് യൂസ്ഡ് 4. ഒരു 10 rupee കോയിൻ, ഒരു 5 rupee കോയിൻ, 1 2 rupee കോയിൻ ആൻഡ് 1 rupee കോയിൻ. അപ്പോൾ ടോട്ടൽ 4 കോയിൻസ് യൂസ്ഡ്. സോ ഈ ഒരു അപ്രോച്ചാണ് ഗ്രീഡി അപ്രോച്ച്. സോ വാട്ട് ആർ ദ മോട്ടിവേഷൻസ് ഫോർ ഗ്രീഡി അപ്രോച്ച്? വളരെ സിമ്പിളാണ്. സിംപ്ലിസിറ്റി ആൻഡ് ഈസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ലോജിക്കാണ്. യു ക്യാൻ ഇംപ്ലിമെൻറ്റ് വിത്ത് മിനിമൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് എഫിഷ്യൻസി ഇൻ ടൈം ആൻഡ് സ്പേസ്. വളരെ പെട്ടെന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കിട്ടും. എക്സ്ട്രാ മെമ്മറി സ്പേസ് ഒന്നും വേണ്ട. ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ പറഞ്ഞ പോലെ എക്സ്ട്രാ സ്പേസ് അല്ലെങ്കിൽ എക്സ്ട്രാ മെമ്മറി ഒന്നും വേണ്ടി വരുന്നില്ല. ലോ മെമ്മറി യൂസേജ് ആൻഡ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഫോർ സ്പെസിഫിക് പ്രോബ്ലംസ്. ഗ്രീഡി ചോയ്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാം. ബട്ട് ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ്. എല്ലാ സമയത്തും ഈ ഒരു ഗ്രീഡി ചോയ്സ് വർക്ക് ചെയ്യണമെന്നില്ല. ദർ ആർ സോ മെനി പ്രോബ്ലംസ് വേർ വി ക്യാൻ അപ്ലൈ ദിസ് ഗ്രീഡി ചോയ്സ് പ്രോപ്പർട്ടി. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രീഡി അൽഗോരിതംസ്, അതും നമുക്ക് ചോദിക്കാം. 3 മാർക്സിനൊക്കെ ചോദിക്കാം. ദർ വിൽ ബി ലോക്കൽ ഒപ്റ്റിമൈസേഷൻ. അതെന്താണ് ലോക്കൽ ഒപ്റ്റിമൈസേഷൻ? ഓരോ സ്റ്റെപ്പിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചോയ്സസ് നമ്മൾ സെലക്ട് ചെയ്യും. മേക്സ് ദ ബെസ്റ്റ് പോസിബിൾ ചോയ്സ് അറ്റ് ഈച്ച് സ്റ്റെപ്പ് യൂസിങ് ദ കറണ്ട് സ്റ്റേറ്റ് ഇൻഫർമേഷൻ. പ്രീവിയസ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ഡിസിഷൻ എടുത്തു എന്ന് നോക്കിയിട്ടല്ല, അപ്പോഴുള്ള കറണ്ട് സ്റ്റേറ്റ് എന്താണോ അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കുകയാണ്. ദെൻ മറ്റൊരെണ്ണമെന്ന് പറയുന്നത് ചോയ്സസ് ആർ ഫൈനൽ, നോ ബാക്ക് ട്രാക്കിംഗ് ഓർ ദർ ഇസ് നോ റിവിഷൻ ഓഫ് ഏർലിയർ ഡിസിഷൻസ്. നമ്മൾ നേരത്തെ എടുത്ത ഡിസിഷൻസിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓരോ സ്റ്റേജസിലും നമ്മൾ ഡിസിഷൻ എടുത്ത് പോവുകയാണ്.
there is no revision of earlier decisions. ബാക്ക് ട്രാക്കിംഗ് വരുന്നില്ല. അതൊരു ഡ്രോബാക്ക് ആണ്. Another two characteristics, problem specific heuristics, and it guarantees optimal solutions for certain problems. എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നില്ല, ബട്ട് certain പ്രോബ്ലംസ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ആൻഡ് ഹൈ എഫിഷ്യൻസി ഇൻ ടൈം ആൻഡ് സ്പേസ്, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ എടുക്കാനായിട്ട് പറ്റും. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. എക്സ്ട്രാ മെമ്മറി സ്പേസ് ഒന്നും തന്നെ വേണ്ടി വരുന്നില്ല. സോ ദറ്റ് ഈസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ്. മറ്റൊരു എക്സാമ്പിൾ കൂടി എടുക്കാം. ദ പ്രോബ്ലം ഈസ് ടാസ്ക് കംപ്ലീഷൻ. Given an array of positive integers, each indicating the completion time for a task, and from that find the maximum number of tasks that can be completed in the limited amount of time that you have provided. ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഒരു അറേ തന്നിട്ടുണ്ട് ആൻഡ് ദെർ വിൽ ബി പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. ഈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ദ കംപ്ലീഷൻ ടൈം ഫോർ എ ടാസ്ക്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ് തന്നിരിക്കുന്നത്. ഓരോ നമ്പറും റെപ്രസെൻ്റ് ചെയ്യുന്നത് കംപ്ലീഷൻ ടൈം ഫോർ എ ടാസ്ക്. നമുക്ക് ചെയ്യാനുള്ള എന്താണ്? ഫൈൻഡ് ദ മാക്സിമം നമ്പർ ഓഫ് ടാസ്ക് ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് ഇൻ ദ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈം ഗിവൻ. ഒരു പർട്ടിക്കുലർ ടൈം നമുക്ക് തന്നിരിക്കും. ആ ഒരു ടൈമിനുള്ളിൽ എത്രത്തോളം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. കൺസിഡർ ദ എക്സാമ്പിൾ. അവിടെ കംപ്ലീഷൻ ടൈംസ് തന്നിട്ടുണ്ട്. അതൊരു അറേ ആണ്. 2, 3, 1, 4 and 6. ഈ ഒരു അറയിലുള്ളത് എന്താണ്? കംപ്ലീഷൻ ടൈമാണ്. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം. അത് മിനിറ്റ്സിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര മിനിറ്റ്സ് എടുക്കും? 2 minutes. സെക്കൻഡ് ടാസ്ക് 3 minutes വേണം. തേർഡ് ടാസ്ക് 1 minute കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് ടാസ്ക് 4 minutes. ആൻഡ് ഫൈനൽ ടാസ്ക് 6 minutes. ദെൻ അവൈലബിൾ ടൈം ഈക്വൽ ടു 8. അപ്പോൾ നമുക്കുള്ള ടൈം എന്ന് പറയുന്നത് 8 minutes ആണ്. ഈ 8 minutesനുള്ളിൽ മാക്സിമം എത്ര ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി 8 minutes കൊണ്ട് മാക്സിമം എത്ര ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം? അപ്പോൾ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എന്തൊക്കെയായിരിക്കും? ആ ഒരു അറേ നോക്കുക. പല ടൈമിങ്സ് ആണ്. നമുക്ക് ചെയ്യാനുള്ള മാക്സിമം നമ്പർ ഓഫ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം വിത്തിൻ ദിസ് ലിമിറ്റഡ് ടൈം. അപ്പോൾ എനിവേ ഈ ഒരു കംപ്ലീഷൻ ടൈംസ് അറേ നമുക്ക് സോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. സോർട്ട് ദ അറേ. അറേഞ്ച് ടാസ്ക് ബൈ കംപ്ലീഷൻ ടൈം. അസെൻഡിങ് ഓർഡറിൽ എടുക്കാം. സെക്കൻഡ് സ്റ്റെപ്പ്, ഐട്രേറ്റ് ആൻഡ് ട്രാക്ക്. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് നോക്കാം. വിത്തിൻ ദിസ് അവൈലബിൾ ടൈം എത്രത്തോളം ടാസ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യാം. അപ്ഡേറ്റ് ദ ടാസ്ക് കൗണ്ട് അക്കോർഡിംഗ്ലി. സോ ആഫ്റ്റർ സോർട്ടിംഗ് ദ അറേ, ആ ഒരു അറേ ഇങ്ങനെ വരും. 1, 2, 3, 4 and 6. ദെൻ ഐട്രേഷൻ സ്റ്റെപ്പ്. ഫസ്റ്റ് ടാസ്ക് എടുക്കാം. അത് 1 minute കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ടാസ്ക് കൂടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ 2 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 3 minutes വേണ്ടി വരും. അത് വിത്തിൻ ദിസ് ടൈം ലിമിറ്റ് ആണ്. അപ്പോൾ 2 ടാസ്ക് ചെയ്യാം. ദെൻ തേർഡ് ടാസ്ക് കൂടി എടുത്തു നോക്കാം. അപ്പോൾ 1 + 2 + 3. ആദ്യത്തെ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 6 minutes എടുത്തു. അപ്പോൾ 6 minutes വിത്തിൻ ദിസ് ലിമിറ്റ് ആണ്. നമുക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ 8 minutes ആണ്. അപ്പോൾ 3 ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഫോർത്ത് ടാസ്ക് കൂടി നമുക്ക് എടുത്ത് നോക്കാം. അത് വിത്തിൻ ലിമിറ്റ് ആണോ എന്ന് നോക്കാം. സോ ആദ്യത്തെ 4 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മിനിറ്റ്സ് വേണ്ടി വരും? 1 + 2 + 3 + 4. 10 minutes വേണ്ടി വരും. 10 minutes നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിലുള്ളത് 8 minutes മാത്രമാണ്. അപ്പോൾ മാക്സിമം എത്ര ടാസ്ക് നമുക്ക് ചെയ്യാം? ആദ്യത്തെ 4 ടാസ്ക് പറ്റില്ല. ആദ്യത്തെ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് 6 minutes കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അത് വിത്തിൻ ലിമിറ്റ് ആണ്. സോ അങ്ങനെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തു. ദ മാക്സിമം നമ്പർ ഓഫ് ടാസ്ക് ദാറ്റ് ക്യാൻ ബി കംപ്ലീറ്റഡ് വിത്തിൻ ദിസ് 8 units ഓഫ് ടൈം ഈസ് 3. ഇതൊരു പ്രോഗ്രാമായിട്ട് എങ്ങനെ ചെയ്യാം? അതൊരു ഡയറക്റ്റ് പ്രോഗ്രാമിംഗ് ആണ്. അത് ലോജിക് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, സോർട്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. ടോട്ടൽ ടൈം ആൻഡ് ടാസ്ക് കൗണ്ട് ഇനിഷ്യലൈസ് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു?
ഡിഫറെൻറ്റ് ടാസ്ക് സോർട്ട് ചെയ്തു. അതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഐട്രേറ്റ് ചെയ്ത് പോവുക. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ടോട്ടൽ ടൈം ട്രാക്ക് ചെയ്യുക. വിത്തിൻ ലിമിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ടൈമും കൗണ്ടും അപ്ഡേറ്റ് ചെയ്യാം. എപ്പോഴാണ് കണ്ടീഷൻ ഫെയിൽ ആകുന്നത് എപ്പോഴാണ്? അവൈലബിൾ ടൈമിനെക്കാട്ടി എക്സീഡ് ആകുമ്പോൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാം. അവർ ലൂപ്പ് ബ്രേക്ക് ചെയ്യുക. ഇപ്പോഴത്തെ ടാസ്ക് കൗണ്ട് റിട്ടേൺ ചെയ്യുക. അത് നമുക്ക് പ്രിന്റ് ചെയ്യാം. അതൊരു സ്ട്രെയിറ്റ് പ്രോഗ്രാമിംഗ് മെത്തേഡാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ആണ്. ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഗ്രീഡി പ്രോഗ്രാമിംഗ് തമ്മിലുള്ള കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ആ തമ്മിലുള്ള കമ്പാരിസൺ നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി പഠിക്കണം. ഓരോ അൽഗോരിതത്തിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കണം. അത് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.